എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പോർക്ക് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞിട്ട് അത് അരിഞ്ഞ് ക്ലീനാക്കി കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ പട്ട, പെരുംജീരകം, ഏലക്ക എന്നിവ അരച്ചുകൂടി ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പുരട്ടി നമുക്ക് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുരട്ടി കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്പൂൺ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറിക്കാണ്ടിരിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനം 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി കുറവായിരുന്നു, അതുകൊണ്ട് 2 സവോള, 2 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്. ഇപ്പോൾ നമ്മൾ അതിലോട്ട് അരച്ച് ചേർത്തതിൻ്റെ ബാലൻസാണ് കേട്ടോ ഇരിക്കുന്ന മസാലക്കൂട്ട്. ഇനി അടുപ്പിലേക്ക് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് വഴറ്റുക. അതിന് ശേഷം നമുക്ക് 2 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ കളറില്ലാത്തത്. ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് വഴറ്റുക. അപ്പോൾ ഞാൻ പോർക്കിൽ നല്ല രീതിക്ക് നെയ്യ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ എണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ കൂടുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് കൂടുതൽ അടിക്ക് പിടിക്കില്ല, കറക്റ്റായിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിവ ചേർത്ത് നമുക്ക് ബാക്കി വന്ന ആ മസാലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ച് വെച്ചിരിക്കുന്ന മസാല കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇറച്ചിക്കകത്ത് ചേർത്ത് കഴിഞ്ഞ് ബാലൻസ് ഇരുന്നതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം തീർന്നപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഈ ഇതിലുള്ള ഈ എണ്ണ അംശം അത് പറ്റി തീരുമ്പോഴത്തേക്ക് നമുക്കിത് ഇറക്കാം. ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. അത് തണുക്കുമ്പോഴത്തേക്ക് നെയ്യൊക്കെ ഇല്ലാണ്ടായിക്കോളൂ കേട്ടോ. തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.